ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെവൻ വ്ലോഗ്സ്റ്റർ. ഇന്ന് നല്ല കുറച്ച് കളർഫുൾ ആയിട്ടുള്ള നണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തനി നാടൻ നണ്ട് റോസ്റ്റാണ്. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ചെറുത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് മൂത്ത് വന്ന ശേഷമേ സവാള അരിഞ്ഞത് ചേർക്കാവൂ. ആദ്യം ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം വേണം നമ്മളിനി സ്ലൈസ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാൻ. സവാള ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇട്ടതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതിയാകും, കാരണം അവസാനം പാകം നോക്കി ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ പെരുംജീരകം ചേർത്തതിനു ശേഷം 1/2 സ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കാവുന്നതാണ്. കൂടാതെ 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റി ആ പച്ചമണം ഒക്കെ മാറ്റിയതിനു ശേഷം ഇതിലേക്ക് ചെറുതരിഞ്ഞ പച്ചമുളകും തക്കാളിയും ചേർക്കാവുന്നതാണ്. ഈ കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നണ്ടുകളെയൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ നണ്ടൊക്കെ വെന്ത് വരുമ്പോൾ നണ്ടിൻ്റെ ഈ കളറൊക്കെ മാറും. അപ്പോൾ നമുക്ക് നണ്ടിൻ്റെ മസാല നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ആ മസാലയും നണ്ടിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇനി ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ഒന്ന് വഴറ്റി എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി നണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ മല്ലിയിലയും കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനിയാണ് ഉപ്പ് പാകത്തിന് നോക്കി ചേർക്കേണ്ടത്. നേരത്തെ ഞാൻ 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. പാകത്തിന് നോക്കി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ആ വെള്ളം മൊത്തവും വറ്റുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സാക്കി എടുക്കാവുന്നതാണ്. നണ്ടിൽ നിന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി വഴറ്റി യോജിപ്പിക്കാവുന്നതാണ്. അതല്ല ഇനി കുറച്ച് കറിയായിട്ട് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് ഒഴിച്ച് ഗ്രേവി ആയിട്ട് കഴിക്കാവുന്നതാണ്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നണ്ട് റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് നണ്ട് റോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിൽ ആക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി നണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സ്പൈസി നണ്ട് റോസ്റ്റ് ആണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതുണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമേ ഇല്ല. ഇത് മാത്രം മതിയാകും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ നണ്ട് വാങ്ങുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും റിവ്യൂ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ.